കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഇടിമിന്നലിനെ തുടർന്ന് വ്യാപകമായ നാശം. പന്തലായനി സ്വദേശി നാഗരാജന്റെ വീടിന് കേടുപാട് സംഭവിച്ചു. വീട്ടിലുള്ള ഫാന്, ടെലിവിഷൻ, മീറ്റർ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വീടിന്റെ മുൻവശത്തിരിക്കുകയായിരുന്ന കുട്ടി പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വർഷ ഗിരീഷ് വിവരങ്ങൾ ചേർന്നു. വർഷ, മിന്നലടിച്ച് താഴെ വീണ സാധനങ്ങളുടെ ദൃശ്യങ്ങളാണോ പ്രേക്ഷകർ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ മാരകമായ മിന്നലടിയായിരുന്നു തോന്നുന്നു. വർഷ, അതെ ഹാഷ്മി, തീർച്ചയായും വലിയ ആഘാതത്തിലുള്ള മിന്നലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നു. അതോടൊപ്പം ഇടിമിന്നലും ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് തന്നെയാണ് കൊയിലാണ്ടി പന്തലായനിയിൽ ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പന്തലായനി നാഗപ്രഭ പ്രദേശത്തെ നാഗരാജന്റെ വീട്ടിലാണ് ഈ ഇടിമിന്നലിനെ തുടർന്ന് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. വീട്ടിലെ എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും നശിച്ചു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വൈദ്യുതി മീറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇടിമിന്നൽ ഉണ്ടായ സമയത്ത് വീടിന്റെ മുൻവശത്ത് ഒരു കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ കുട്ടി അത്ഭുതകരമായി ഇടിമിന്നൽ ഏൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഈ വീട്ടിലെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെടുമ്പോഴും കുടുംബത്തെയെല്ലാം സംബന്ധിച്ച് ഏറ്റവും ആശ്വാസം ആ കുട്ടിക്ക് ഒന്നും സംഭവിക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വീട്ടിന് പൂർണ്ണമായി ഭാഗികമായി ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിലെ ഉപകരണങ്ങളും നശിച്ചിട്ടുണ്ട്. എന്തായാലും കണക്കുകളൊന്നും പുറത്തു വന്നിട്ടില്ല. കണക്കുകളെല്ലാം എടുക്കുന്നേ എത്ര രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.